ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് ഇഡ്ഡലിപ്പൊടി, അതായത് ഇഡ്ഡലിയുടെ ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇഡ്ഡലിപ്പൊടി നമുക്ക് പല രീതിയിൽ നമുക്ക് ജീരകം, ഉലുവ ഇതൊക്കെ ചേർത്ത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. അപ്പം ഞാനിത് തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. ചിലർക്ക് ജീരകത്തിൻ്റെ ഉലുവയുടെ ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്താം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ അരി എടുത്തിട്ടുണ്ട്. വെള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് മട്ടയരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അരി ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതേപോലെ അളവിൽ ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലും താഴെ ഒരു 3/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കടലപ്പരിപ്പ് വേണമെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കാം. ഞാനപ്പോൾ ഇവിടെ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് വറ്റൽമുളകാണ്. അപ്പം ഞാൻ നല്ല എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10-12 വറ്റൽമുളകോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തുണ്ട് കായം എടുത്തിട്ടുണ്ട്. അപ്പോൾ കായം ഇതിലും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കണം. അതുപോലെ തന്നെ പരലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പരലുപ്പ് തന്നെ ചേർക്കുക. പരലുപ്പ് നന്നായിട്ട് അതിൻ്റെ ജലാംശം എല്ലാം ഇതിൻ്റെ കൂടിയിട്ട് വറുത്ത് നമ്മളെടുക്കുക. ജലാംശം എല്ലാം മാറ്റിയിട്ട് വേണം എടുക്കണം. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് 2-3 ദിവസമോ അല്ല ഒരാഴ്ച വെച്ചിരുന്ന് എടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് തയ്യാറാക്കി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഉപ്പിൻ്റെ ജലാംശം എല്ലാം മാറ്റി ഇതിൻ്റെ കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ ചേരുവകളെല്ലാം ഒന്ന് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ചുവട് കെട്ടിയുള്ള പാത്രത്തിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചുവട് കെട്ടിയുള്ള ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അത് സിമ്മിലിടാം. സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ഈ കായം ഉണ്ടല്ലോ, ഈ കായം കൂടി നമുക്ക് ഈ അരിയുടെ കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉഴുന്നും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടല്ലോ, ഇത് നമ്മൾ ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. നമുക്കിനി ഈ തുവരപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ തുവരപ്പരിപ്പും റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. മുളക് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് കുരുമുളകാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള രുചി എന്ന് പറയുന്നത്, കുരുമുളകാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വറ്റൽമുളക് എരിവുള്ള മുളക് ചേർത്തെടുത്ത് നമുക്ക് കളർ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിരിമുളകുണ്ടല്ലോ അത് ചേർക്കാം. അതൊരു 10-12 എണ്ണം റോസ്റ്റ് ചെയ്ത് ചേർക്കാം. നമുക്ക് ഈ കടലപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ കടലപ്പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കുരുമുളകും കൂടി ഞാൻ ചേർക്കാം. അപ്പോൾ ഇതും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, അതിൽ ജലാംശം ഒട്ടും തന്നെ കാണരുത്. ഇനി നമുക്ക് ഈ പരലുപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ പൊടിയുപ്പ് ചേർക്കുന്നതിലും നല്ലത് നമുക്ക് പരലുപ്പ് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം. കാരണം നമ്മൾ എടുത്ത ചേരുവകളുടെ അളവനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടുന്നത്. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള ഇഡ്ഡലിപ്പൊടിക്കുള്ള എല്ലാ ചേരുവകളും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ
വലിയ ജാറിലോ ചെറിയ ജാറിലോ. നമുക്കങ്ങ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ഇതുപോലെ തയ്യാറാക്കി നമ്മളൊരു ചില്ല് ബോട്ടിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം ദോശയ്ക്കോ ഇഡ്ഡലിക്കോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കേണ്ടുന്നത്, ഇതിങ്ങനെ പൊടിയായിട്ട് അതിൻ്റെ മുകളിൽ വെതറി കഴിക്കാവുന്നവർക്ക് കഴിക്കാം, ഇല്ല അങ്ങനെ പറ്റില്ല എന്നുള്ളവർക്ക് ഈ എരിവും ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരല്പം വെളിച്ചെണ്ണ ചാലിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചാലിച്ച് അങ്ങനെ ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാം. അപ്പം മിക്കവാറും എല്ലാവരും പൊടിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.